ഹലോ ഡിയർ സ്റ്റുഡൻസ്, കോമക്സ് ട്യൂട്ടോറിയലിൻ്റെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോർപ്പറേറ്റ് റെഗുലേഷൻ്റെ സെക്കൻഡ് മൊഡ്യൂൾ ആയിട്ടുള്ള ഫോർമേഷൻ ഓഫ് കമ്പനീസിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫോർമേഷൻ ഓഫ് കമ്പനീസിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള പ്രൊമോഷൻ എന്ന ടോപ്പിക്ക് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ആ ക്ലാസ്സിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാകും. സിലബസിൽ ഫോർമേഷൻ ഓഫ് കമ്പനീസ് എന്ന സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മൾ ഇതുവരെ പ്രൊമോഷനും റോൾ ഓഫ് പ്രൊമോട്ടേഴ്സ്, ടൈപ്സ് ഓഫ് പ്രൊമോട്ടേഴ്സ് ഒക്കെ ഡിസ്കസ് ചെയ്തു. ഇനി ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോർമേഷൻ ഓഫ് കമ്പനീസിൻ്റെ തന്നെ സെക്കൻഡ് സ്റ്റേജ് ആയിട്ടുള്ള ഇൻകോർപ്പറേഷൻ ആൻഡ് രജിസ്ട്രേഷൻ എന്ന ടോപ്പിക്കാണ്. അപ്പോൾ ഇനി നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് കടക്കാം. ഒരു കമ്പനിയുടെ ഫോർമേഷനുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ ഒരു കമ്പനി 3 സ്റ്റേജിലൂടെ കടന്നു പോയിട്ടാണ് കമ്പനി ഫോം ആകുന്നത്. ഒന്നാമത്തെ സ്റ്റേജാണ് പ്രൊമോഷൻ, സെക്കൻഡ് രജിസ്ട്രേഷൻ ആൻഡ് ഇൻകോർപ്പറേഷൻ, മൂന്നാമത്തെ സ്റ്റേജ് കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ്. അപ്പോൾ ഈ 2 സ്റ്റേജും നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യും. അപ്പോൾ ഇൻകോർപ്പറേഷൻ ആൻഡ് രജിസ്ട്രേഷൻ എന്ന സ്റ്റേജിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ബുക്കിൽ പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പ്രിലിമിനറി അല്ലെങ്കിൽ പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്റ്റും അതുപോലെ തന്നെ പ്രൊവിഷണൽ കോൺട്രാക്റ്റ് എന്ന ടോപ്പിക്കും. അപ്പോൾ ആദ്യം ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. പ്രിലിമിനറി ഓർ പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്റ്റ്. എന്താണ് പ്രിലിമിനറി അല്ലെങ്കിൽ പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ, ഒരു കമ്പനി ഫോം ചെയ്താൽ മാത്രമേ ആ കമ്പനി ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആവുകയുള്ളൂ. അപ്പോൾ മാത്രമേ ഒരു കമ്പനിക്ക് കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റുകയുള്ളൂ. എന്നാൽ കമ്പനി ഫോം ആകുന്നതിന് മുമ്പ് തന്നെ ചിലപ്പോൾ കമ്പനിക്ക് ചില കോൺട്രാക്റ്റിൽ ഏർപ്പെടേണ്ടി വന്നേക്കാം. അപ്പോൾ ഒരു കമ്പനിയുടെ ഇൻകോർപ്പറേഷന് മുമ്പ് കമ്പനിക്ക് വേണ്ടി പ്രൊമോട്ടേഴ്സ് ഏർപ്പെടുന്ന കോൺട്രാക്റ്റിനെയാണ് പ്രിലിമിനറി അല്ലെങ്കിൽ പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രിലിമിനറി കോൺട്രാക്ട് ആർ ദോസ് കോൺട്രാക്ട് മെയ്ഡ് ബൈ ദി പ്രൊമോട്ടേഴ്സ് ഓൺ ബിഹാഫ് ഓഫ് എ കമ്പനി ബിഫോർ ഇറ്റ്സ് ഇൻകോർപ്പറേഷൻ. The preliminary contract are deemed to have been entered to personally by the promoters. Hence, the promoters are personally liable in respect of preliminary contract. അപ്പോൾ കമ്പനിക്ക് വേണ്ടി പ്രൊമോട്ടേഴ്സ് ഏർപ്പെടുന്ന കോൺട്രാക്റ്റ് ആയതുകൊണ്ട് തന്നെ ആ കോൺട്രാക്റ്റിൽ പ്രൊമോട്ടേഴ്സ് ആകും റെസ്പോൺസിബിൾ ആകേണ്ടത്, അല്ലേ? അപ്പോൾ എന്താണ് പ്രിലിമിനറി കോൺട്രാക്റ്റ്? കമ്പനി ഫോം ആകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ കമ്പനിയുടെ ഇൻകോർപ്പറേഷന് മുമ്പ് പ്രൊമോട്ടേഴ്സ് കമ്പനിക്ക് വേണ്ടിയിട്ട് ഏർപ്പെടുന്ന കോൺട്രാക്റ്റിനെയാണ് പ്രിലിമിനറി അല്ലെങ്കിൽ പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, കമ്പനിക്ക് വേണ്ടിയിട്ട് ലാൻഡ്, ബിൽഡിംഗ്, മെഷീനറി ഇങ്ങനെയുള്ള ക്യാപിറ്റൽ അസറ്റൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കമ്പനി ഫോം ചെയ്യുന്നതിന് മുമ്പാണ് ഇങ്ങനെയുള്ള കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത്. അപ്പോൾ ക്ലിയർ അല്ലേ പ്രിലിമിനറി കോൺട്രാക്റ്റ്? ഇനി നെക്സ്റ്റ് പ്രൊവിഷണൽ കോൺട്രാക്റ്റ് എന്താണെന്ന് നോക്കാം. Provisional contract are those which are entered by a company after its incorporation but before the company become entitled to commencement of business. പ്രൊവിഷണൽ കോൺട്രാക്റ്റ് എന്ന് പറയുമ്പോൾ ഒരു കമ്പനി ഇൻകോർപ്പറേറ്റ് ആയതിനു ശേഷം അഥവാ നിലവിൽ വന്നതിന് ശേഷം എന്നാൽ കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ്സിന് മുമ്പ് ഏർപ്പെടുന്ന കോൺട്രാക്റ്റാണ് പ്രൊവിഷണൽ കോൺട്രാക്റ്റ്. ഈ കോൺട്രാക്റ്റ് കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ്സിന് മുമ്പ് ഏർപ്പെടുന്നതാണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ്സിന് മുമ്പ് ഏർപ്പെടുന്ന കോൺട്രാക്റ്റ് ആയതുകൊണ്ട് തന്നെ അത് പ്രൊവിഷണലാണ് അഥവാ താൽക്കാലികമാണ്. എ കോൺട്രാക്ട് എൻറ്റേർഡ് ഇൻ ടു ബിഫോർ കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ് ഈസ് പ്രൊവിഷണൽ ഇൻ നാച്ചർ ബട്ട് ബിക്കംസ് റെഗുലർ ആൻഡ് എൻഫോഴ്സിബിൾ ഓട്ടോമാറ്റിക്കലി ഓൺ ഇറ്റ്സ് ഒബ്റ്റെയിനിങ് ദി സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ്. അപ്പോൾ എന്താ പറഞ്ഞത്? കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ്സിന് മുമ്പ് ഏർപ്പെടുന്ന കോൺട്രാക്റ്റ് ആയതുകൊണ്ട് തന്നെ അത് പ്രൊവിഷണൽ കോൺട്രാക്റ്റ് ആണ്. എന്നാൽ ഈ പ്രൊവിഷണൽ കോൺട്രാക്റ്റ് തന്നെ കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ്സിന് ശേഷം അത് ഓട്ടോമാറ്റിക് ആയിട്ടും റെഗുലർ ആൻഡ് എൻഫോഴ്സിബിൾ കോൺട്രാക്റ്റ് ആയിട്ട് മാറുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ അത് പ്രൊവിഷണലി ഓട്ടോമാറ്റിക് ആയിട്ട് അത് റെഗുലർ കോൺട്രാക്റ്റ് ആയിട്ട് മാറുക ചെയ്യും. എപ്പോൾ? കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ്സിന് ശേഷം. ക്ലിയർ? ഇനി നമുക്ക് ഫോർമേഷൻ ഓഫ് കമ്പനിയുടെ സെക്കൻഡ് സ്റ്റേജ് ആയിട്ടുള്ള ഇൻകോർപ്പറേഷൻ ഓഫ് കമ്പനി എന്താണെന്ന് നോക്കാം. ഇൻകോർപ്പറേഷൻ ഇസ് ദ ലീഗൽ പ്രൊസീജിയർ യൂസ്ഡ് ടു ഫോം എ കമ്പനി. ഇറ്റ്സ് ബ്രിങ് ദ കമ്പനി ഇൻ ടു എക്സിസ്റ്റൻസ്. അപ്പോൾ ഇൻകോർപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിയുടെ രൂപീകരണത്തിന് ആവശ്യമായിട്ടുള്ള ലീഗൽ പ്രൊസീജിയറിനെയാണ് ഇൻകോർപ്പറേഷൻ എന്ന് പറയുന്നത്.
അപ്പോൾ ഒരു കമ്പനി ഇൻകോപ്പറേറ്റ് ചെയ്താൽ മാത്രമേ, അഥവാ ആ ലീഗൽ പ്രൊസീജിയർ കഴിഞ്ഞാലാണ് കമ്പനി നിലവിൽ വരുള്ളൂ. അപ്പോൾ ഇൻകോപ്പറേഷൻ സ്റ്റേജ് കഴിഞ്ഞാൽ കമ്പനി നിലവിൽ വന്നു എന്ന് പറയാം. ഓക്കെ. അപ്പോൾ ഒരു കമ്പനി നിലവിൽ വരണമെങ്കിൽ അതിനു മുമ്പ് കുറച്ച് പ്രീ റിക്വസിറ്റ്സിൻ്റെ ആവശ്യമുണ്ട്. അതെന്തൊക്കെയാണ്? കമ്പനി മേ ബി ഫോംഡ് ഫോർ എനി ലോഫുൾ പർപ്പസ്. ദ പ്രൊമോട്ടേഴ്സ് വിൽ ഹാവ് ടു ഗെറ്റ് ടുഗദർ അറ്റ് ലീസ്റ്റ്. പ്രൊമോട്ടേഴ്സ് എന്ത് കൊണ്ടുവരണം? ഒരു പബ്ലിക് കമ്പനി ആണെന്നുണ്ടെങ്കിൽ 7 അല്ലെങ്കിൽ അതിൽ കൂടുതലോ മെമ്പേഴ്സ് ഉണ്ടായിരിക്കണം. ഇനി പ്രൈവറ്റ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ മിനിമം 2 അല്ലേ, 2 മെമ്പേഴ്സ് ഉണ്ടായിരിക്കണം. 1 പേഴ്സൺ കമ്പനി ആണെങ്കിൽ അതിൽ 1 പേഴ്സൺ ഉണ്ടായിരിക്കണം. ഓക്കെ. അപ്പോൾ ഏത് കമ്പനിയാണ് ഫോം ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് അതിൽ മെമ്പേഴ്സിനെയും കൂടി എന്ത് ചെയ്യണം? പ്രൊമോട്ടേഴ്സ് കൊണ്ടുവരണം. ഓക്കെ. അപ്പോൾ പബ്ലിക് കമ്പനി ആണെങ്കിൽ 7, പ്രൈവറ്റ് ആണെങ്കിൽ 2, 1 പേഴ്സൺ കമ്പനി ആണെങ്കിൽ 1 മെമ്പർ. അപ്പോൾ മെമ്പേഴ്സിന് മാത്രം കൊണ്ടുവന്നാൽ പോരാ, അവർ കമ്പനിയുടെ മെമ്മോറണ്ടം ഓഫ് അസോസിയേഷന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുകയും വേണം. ഓക്കെ. അപ്പോൾ പബ്ലിക് കമ്പനി ആണെങ്കിൽ 7 പേരെങ്കിലും മിനിമം മെമ്മോറണ്ടം ഓഫ് അസോസിയേഷന് മെമ്മോറണ്ടം സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം. പ്രൈവറ്റ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ 2 പേരെങ്കിലും മെമ്മോറണ്ടം സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം. 1 പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഒരാൾ ആ 1 പേഴ്സൺ കമ്പനീൻ്റെ കേസിൽ മെമ്മോറണ്ടം ഓഫ് അസോസിയേഷനിൽ നോമിനിയുടെ പേര് മെൻഷൻ ചെയ്തിരിക്കുകയും വേണം. ഓക്കെ. മെമ്പേഴ്സൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രൊമോട്ടേഴ്സ് ആ കമ്പനിക്ക് ഒരു പേര് തീരുമാനിക്കണം. ഇപ്പോൾ നെയിം തിരഞ്ഞെടുക്കുമ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒപ്പീനിയനിൽ ചില അൺഡിസൈറബിൾ ആയിട്ടുള്ള പേരുകൾ അതിടാൻ പാടില്ല. അതേപോലെ തന്നെ ഓൾറെഡി ഉള്ള ഒരു കമ്പനിയുടെ പേരും പാടില്ല. നിയമപ്രകാരം പ്രൊഹിബിറ്റ് ചെയ്ത പേരും പാടില്ല. ഓക്കെ. അപ്പോൾ ഒരു കമ്പനിയുടെ പേര് ഡിസൈഡ് ചെയ്യുമ്പോൾ ചില കാര്യങ്ങളിൽ ശ്രദ്ധിക്കാനുണ്ട്. അൺഡിസൈറബിൾ ഇൻ ദി ഒപ്പീനിയൻ ഓഫ് ദി സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് എക്സിസ്റ്റിംഗ് കമ്പനീസ് നെയിം. പിന്നെ പറയുന്നത് പ്രൊഹിബിറ്റഡ് ബൈ ദി എക്സിസ്റ്റിംഗ് ലോ. ഇനി പബ്ലിക് കമ്പനിയാണ് ഫോം ചെയ്യുന്നത് എങ്കിൽ പബ്ലിക് കമ്പനിയുടെ ലാസ്റ്റിൽ ലിമിറ്റഡ് എന്ന് ചേർക്കുകയും, പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ പ്രൈവറ്റ് കമ്പനിയുടെ ലാസ്റ്റിൽ ആ നെയിമിൻ്റെ ലാസ്റ്റിൽ എന്ത് ചേർക്കണം? പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് ചേർക്കണം. ഓക്കെ. അപ്പോൾ എന്താണ് ഇൻകോർപ്പറേഷൻ ഓഫ് കമ്പനി? ഇൻകോർപ്പറേഷൻ എന്താണ് നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ്, പ്രൊസീജിയർ ഓഫ് ഇൻകോർപ്പറേഷൻ ഓഫ് കമ്പനി. ഇപ്പോൾ ഇൻകോർപ്പറേഷൻ ഓഫ് കമ്പനിയുടെ പ്രൊസീജിയർ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ് പറയുന്നത്, there shall be a filed with the registrar within whose jurisdiction the registered office of a company is situated. കമ്പനിയുടെ രജിസ്ട്രേഡ് ഓഫീസ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തുള്ള ആ ജുറിഡിക്ഷനിലുള്ള രജിസ്ട്രാറിന് അപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്യണം. ആ ആപ്ലിക്കേഷനിൽ കമ്പനിയുടെ പ്രപ്പോസ്ഡ് നെയിമും മെൻഷൻ ചെയ്തിരിക്കണം. അങ്ങനെ നമുക്ക് എന്ത് ചെയ്തു? ഈ പേര് അപ്രൂവൽ ഇട്ട് കമ്പനിയുടെ നെയിമിന് അപ്രൂവൽ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ the following document and information for registration should be submitted. അപ്പോൾ കമ്പനിയുടെ രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള അപ്ലിക്കേഷൻസിന് നിശ്ചയിച്ചിട്ടുള്ള ഫീസ് അടച്ചിട്ട് ഇപ്പോൾ താഴെ പറയുന്ന ഡോക്യുമെൻ്റ് അറ്റാച്ച് ചെയ്യണം. അപ്പോൾ ഏതൊക്കെയാണ് നോക്കാം. The memorandum and articles of the company duly signed by the all the subscribers. മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എല്ലാ മെമ്പേഴ്സും ഒപ്പുവെച്ചിട്ടുള്ള മെമ്മോറണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്നീ പ്രധാന 2 ഡോക്യുമെൻ്റ് വെച്ചിരിക്കണം. അപ്പോൾ എന്താണ് മെമ്മോറണ്ടം ഓഫ് അസോസിയേഷനും എന്താണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വരും ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇപ്പോൾ ഇത് മനസ്സിലാക്കി വെക്കുക. എന്ത് മെമ്മോറണ്ടം അതേപോലെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും എല്ലാ മെമ്പേഴ്സും സൈൻ ചെയ്തത് ഫയൽ ചെയ്യണം. Next, a declaration in the prescribed form stating that all the requirement of the Companies Act 2013 and the rules made thereunder in respect of the registration have been complied with. കമ്പനീസ് ആക്ട് 2013 പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിയമങ്ങളുമെല്ലാം പാലിച്ചു കൊണ്ടാണ് ഈ രജിസ്ട്രേഷൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോമിൽ ഒരു ഡിക്ലറേഷന് കൊടുക്കണം. ഓക്കെ. Next, a declaration in the prescribed form by an advocate of the Supreme Court or High Court or attorney or pleader entitled to appear before a High Court. ഇനി മറ്റൊരു ഡിക്ലറേഷൻ കൂടി കൊടുക്കണം. അത് കൊടുക്കേണ്ടത് ആരാണ്? സുപ്രീം കോർട്ട് അഡ്വക്കേറ്റ്, അല്ലെങ്കിൽ ഹൈക്കോർട്ട് അഡ്വക്കേറ്റ്, അല്ലെങ്കിൽ അറ്റോർണി ജനറൽ, ഇനി അതല്ലെങ്കിൽ പ്ലീഡർ. ഓക്കെ.
ഇവരുടെ ആരുടെയെങ്കിലും ഒരാളുടെ ഡിക്ലറേഷന്. കൂടാതെ എ ഡിക്ലറേഷൻ ഇൻ ദി പ്രെസ്ക്രൈബ്ഡ് ഫോം ബൈ ആൻ അഡ്വക്കേറ്റ്, എ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, കോസ്റ്റ് അക്കൗണ്ടൻറ്റ് ഓർ എ കമ്പനി സെക്രട്ടറി ഇൻ പ്രാക്ടീസ് ഹു എൻഗേജ്ഡ് ഇൻ ദി ഫോർമേഷൻ ഓഫ് ദി കമ്പനി. കമ്പനിയുടെ ഫോർമേഷനുമായി ബന്ധപ്പെട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഏതെങ്കിലും ചാർട്ടേഡ് അക്കൗണ്ടൻറ്റോ കോസ്റ്റ് അക്കൗണ്ടൻറ്റോ അല്ലെങ്കിൽ കമ്പനി സെക്രട്ടറിയോ ഇവരിൽ ആരെങ്കിലും ഒരാളുടെ ഡിക്ലറേഷനും കൂടി വേണം. പിന്നെ പറയുന്നത് എ ഡിക്ലറേഷൻ ഇൻ ദി പ്രെസ്ക്രൈബ്ഡ് ഫോം ബൈ എ പേഴ്സൺ നെയ്മഡ് ഇൻ ദി ആർട്ടിക്കിൾസ് ആസ് എ ഡയറക്ടർ, മാനേജർ ഓർ സെക്രട്ടറി ഓഫ് ദി കമ്പനി that all the requirement of the act and the rules made thereunder in respect of registration and the matter precedent or incidental thereto have been complied with. കമ്പനിയുടെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് ഒരു കാര്യത്തിലും നിയമപരമായിട്ടുള്ള ഒരു വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കമ്പനിയുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ പേരുള്ള ഡയറക്ടേഴ്സോ മാനേജേഴ്സോ അല്ലെങ്കിൽ സെക്രട്ടറിയുടെ ഒരു അഫിഡവിറ്റ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ ഡിക്ലറേഷനും അഫിഡവിറ്റും ഡോക്യുമെൻ്റൊക്കെ സബ്മിറ്റ് ചെയ്തു. കൂടാതെ ദ അഡ്രസ് ഫോർ ദി കറസ്പോണ്ടൻസ് ടിൽ ഇറ്റ്സ് രജിസ്ട്രേഡ് ഓഫീസ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ്. കമ്പനിക്ക് ഒരു രജിസ്ട്രേഡ് ഓഫീസ് എസ്റ്റാബ്ലിഷ് ആകുന്നത് വരെ രജിസ്ട്രാറിന് കമ്പനിയുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് ഒരു കറസ്പോണ്ടിങ് അഡ്രസ്സ് കൊടുക്കുകയും വേണം. പിന്നെ പറയുന്നത് ദ പർട്ടിക്കുലേഴ്സ് ഓഫ് നെയിം ഇൻക്ലൂഡിംഗ് സർനെയിം ഓർ ഫാമിലി നെയിം, റെസിഡൻഷ്യൽ അഡ്രസ്, നാഷണാലിറ്റി ആൻഡ് സച്ച് അതർ പർട്ടിക്കുലേഴ്സ് ഫോർ എവരി സബ്സ്ക്രൈബേഴ്സ് ടു ദി മെമ്മോറണ്ടം അലോങ് വിത്ത് ദ പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി. ആരൊക്കെയാണോ മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ സബ്സ്ക്രൈബ് ചെയ്തത് അവരുടെ എല്ലാം ഐഡൻറ്റിറ്റി പ്രൂഫ് വേണം. അതേപോലെ അവരുടെ നെയിം, സർനെയിം, ഫാമിലി നെയിം, റെസിഡൻഷ്യൽ അഡ്രസ്സ്, നാഷണാലിറ്റി തുടങ്ങിയ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം, അതിൽ ഫിൽ ചെയ്യണം. ഓക്കെ. Next, the complete particulars of name including proof of identity of persons named in articles as a first director along with their DIN. DIN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ടേഴ്സ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ ഫസ്റ്റ് ഡയറക്ടേഴ്സ് ആയിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളവരുടെ ഐഡൻറ്റിറ്റി പ്രൂഫ്, നെയിം, DIN, ഡയറക്ടേഴ്സ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ തുടങ്ങിയ എല്ലാ ഇൻഫോർമേഷൻസും കൊടുക്കണം. ഓക്കെ. പിന്നെ പറയുന്നത് the consent to act as a directors and particulars of interest of first directors mentioned in company's articles of association. കമ്പനിയുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ മെൻഷൻ ചെയ്ത പ്രകാരം ഫസ്റ്റ് ഡയറക്ടേഴ്സിന് കമ്പനിയിലുള്ള ഇൻട്രസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ഷെയർ ഈ ഫസ്റ്റ് ഡയറക്ടേഴ്സ് അക്വയർ ചെയ്തിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ മെൻഷൻ ചെയ്തിരിക്കണം. കൂടാതെ അവർ കമ്പനിയുടെ ഡയറക്ടേഴ്സ് ആയിക്കൊണ്ട് പ്രവർത്തിക്കാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കൺസെൻറ്റും ഉണ്ടായിരിക്കണം. അടുത്ത് പറയുന്നത് ദ പർട്ടിക്കുലേഴ്സ് ഓഫ് ദി ഇൻട്രസ്റ്റ് ഓഫ് ദ പേഴ്സൺ മെൻഷൻഡ് ഇൻ ദി ആർട്ടിക്കിൾസ് ആസ് ദി ഫസ്റ്റ് ഡയറക്ടർ ഓഫ് ദി കമ്പനി ഇൻ ദി അതർ ഫോം ഓർ ബോഡീസ് കോർപ്പറേറ്റ് along with their consent to act as a director of the company in such a form and manner as may be prescribed. മറ്റൊരു ഫേമിലോ അല്ലെങ്കിൽ ബോഡി കോർപ്പറേറ്റിലോ ഒക്കെ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന ഏതെങ്കിലും ഡയറക്ടേഴ്സ് ഉണ്ട് എങ്കിൽ ആ ഡയറക്ടേഴ്സ് ഈ കമ്പനിയിൽ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എങ്കിൽ അവർക്ക് ഈ കമ്പനിയിൽ ഇൻട്രസ്റ്റ് മെൻഷൻ ചെയ്യുകയും അതേപോലെ ഈ കമ്പനിയിൽ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കൺസെൻറ്റ് ലെറ്ററും കൂടി വേണം. ഈ മുകളിൽ പറഞ്ഞിട്ടുള്ള ഇൻഫോർമേഷൻസും ഡോക്യുമെൻസും ഒക്കെ ഫയൽ ചെയ്തതിന് ശേഷം രജിസ്ട്രാർ അത് വെരിഫൈ ചെയ്യുന്നു. എന്നിട്ട് അത് സാറ്റിസ്ഫൈഡ് ആണ് എങ്കിൽ രജിസ്ട്രാർ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷന് ഇഷ്യൂ ചെയ്യുകയും കമ്പനി രജിസ്റ്ററിൽ കമ്പനിയുടെ പേര് റെക്കോർഡ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇത്രയൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ രജിസ്ട്രാർ കമ്പനിക്ക് ഒരു കോർപ്പറേറ്റ് ഐഡൻറ്റിറ്റി നമ്പർ ഇഷ്യൂ ചെയ്യും. ഈ കോർപ്പറേറ്റ് ഐഡൻറ്റിറ്റി നമ്പർ ഓരോ കമ്പനിക്കും വെവ്വേറെ നമ്പേഴ്സ് ആകും. ഓക്കെ. അപ്പോൾ ആ നമ്പർ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. Then the company shall maintain and preserve at its registered office copies of all document and information as originally filed under subsection 1 till its dissolution under this act. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ ഡോക്യുമെൻറ്റും സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷനും ഒക്കെ കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസിൽ കീപ്പ് ചെയ്യണം. അത് ഒറിജിനൽ ഫയലായിട്ട് തന്നെ കീപ്പ് ചെയ്യണം. ഏതുവരെ? കമ്പനിയുടെ ഡിസൊല്യൂഷൻ വരെ, കമ്പനി പിരിച്ചുവിടുന്നത് വരെ. ഓക്കെ. ഇനി
if any person furnish any false or incorrect particulars of any information or suppress any material information, he shall be liable for action under section 447. ഇനി ഏതെങ്കിലും വ്യക്തി ഫാൾസ് ഇൻഫോർമേഷനോ അല്ലെങ്കിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ ഉള്ള ഇൻഫോർമേഷൻസ് കാണിക്കാതെ അത് എന്ത് ചെയ്തു മറച്ചു വെച്ചിട്ട് ഫാൾസ് ഇൻഫോർമേഷൻസ് കാണിച്ചു കഴിഞ്ഞാലൊക്കെ ആ വ്യക്തി സെക്ഷൻ 447 പ്രകാരം എന്താകും, എന്താണോ ആ ആക്ഷന് ലാബിളാകും. അപ്പോൾ ഇതാണ് ഇൻകോർപ്പറേഷൻ്റെ പ്രൊസീജിയർ. അപ്പോൾ ആഫ്റ്റർ ഇൻകോർപ്പറേഷൻ നമുക്ക് എന്ത് കിട്ടും? സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ കിട്ടും. Certificate of incorporation is a legal document or license relating to the formation of a company or corporation. സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലീഗൽ ഡോക്യുമെൻ്റ് ആണ് അല്ലെങ്കിൽ ലൈസൻസ് ആണെന്ന് പറയാം. എന്ത്? കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തത് അല്ലെങ്കിൽ കമ്പനി ഫോം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം തരുന്ന ഒരു ഫോം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് തരുന്ന ഒരു ലീഗൽ ഡോക്യുമെൻ്റ് ആണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ. എ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ is the certificate which certify the company is incorporated. സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷനിൽ എന്തുണ്ടാകും? കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്ത് ചെയ്യുക? സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷന് ഇഷ്യൂ ചെയ്യുക. ഇറ്റ് ഈസ് ഇഷ്യൂഡ് ബൈ ദി രജിസ്ട്രാർ ഓഫ് ദി കമ്പനി. ആരാണ് ഇഷ്യൂ ചെയ്യുക? കമ്പനിയുടെ രജിസ്ട്രാർ ഓഫ് കമ്പനി. ഓക്കെ. ഇറ്റ് കണ്ടെയ്ൻ ദി നെയിം ഓഫ് ദി കമ്പനി, കോർപ്പറേറ്റ് ഐഡൻറ്റിറ്റി നമ്പർ, ദ ഡേറ്റ് ഓഫ് ഇറ്റ്സ് ഇഷ്യൂ ആൻഡ് ദ സിഗ്നേച്ചർ ഓഫ് ദി രജിസ്ട്രാർ വിത്ത് ഹിസ് സീൽ. അപ്പോൾ എന്തൊക്കെ ഉണ്ടാകും അതിൽ? കമ്പനിയുടെ നെയിം ഉണ്ടാകും, കോർപ്പറേറ്റ് ഐഡൻറ്റിറ്റി നമ്പർ, ഡേറ്റ് ഓഫ് ഇഷ്യൂ എന്നാണ് ഇഷ്യൂ ചെയ്തത്, പിന്നെ കമ്പനി രജിസ്ട്രാറിൻ്റെ സീല്, സിഗ്നേച്ചർ ഒക്കെ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷനിൽ ഉണ്ടാകും. ദിസ് സർട്ടിഫിക്കറ്റ് ബ്രിങ്സ് എ കമ്പനി ഇൻ ടു എക്സിസ്റ്റൻസ്. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ കമ്പനി നിലവിൽ വന്നു എന്ന് പറയാം. ഇനി കണ്ടൻസ് ഓഫ് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷനിൽ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ള കണ്ടന്റ് നോക്കാം. നെയിം ഓഫ് ദി കമ്പനി ആൻഡ് ഇറ്റ്സ് അബ്രിവിയേറ്റഡ് ഫോം. കമ്പനിയുടെ നെയിം ഷോർട്ട് ഫോം ആണെങ്കിൽ അതിൻ്റെ ഫുൾ ഫോം ഉണ്ടാവും. അതേപോലെ രജിസ്റ്റേർഡ് ഓഫീസ് അഡ്രസ് ആൻഡ് ദ നെയിം ഓഫ് ദി രജിസ്റ്റേർഡ് ഏജൻറ്റ് ഫോർ ദി അഡ്രസ്, ദ നമ്പർ ഓഫ് ദി ഷെയർസ് ദാറ്റ് ആർ ഓതറൈസ്ഡ് ടു ബി ഇഷ്യൂഡ് ആൻഡ് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്റ്റോക്ക് ദാറ്റ് ക്യാൻ ബി ഇഷ്യൂഡ് ഇഫ് ദർ ഈസ് മോർ ദാൻ വൺ ടൈപ്പ്. അപ്പോൾ എത്രയാണ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്യുന്നത്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഷെയർസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അതും എന്ത് കാണിച്ചിരിക്കണം? സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷനിൽ ഉണ്ടായിരിക്കണം. നെക്സ്റ്റ്, അഡ്രസ് ഓഫ് ദി കോർപ്പറേഷൻസ് ഓഫീസ് വിത്തിൻ ദി സ്റ്റേറ്റ് ഓഫ് രജിസ്ട്രേഷൻ, നെയിം ആൻഡ് അഡ്രസ് ഓഫ് ഈച്ച് ഇൻകോർപ്പറേറ്റർ, നെയിം ആൻഡ് അഡ്രസ് ഓഫ് ഈച്ച് മെമ്പേഴ്സ് ഓഫ് ദി ഇനീഷ്യൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആൻഡ് പർപ്പസ് ഓഫ് ബിസിനസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷനിൽ ഉണ്ടായിരിക്കും. അപ്പോൾ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ എന്ന സെക്കൻഡ് സ്റ്റേജ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാകും അല്ലേ? ഇനി മൂന്നാമത്തെ സ്റ്റേജാണ് കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ്. അപ്പോൾ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ കിട്ടിക്കഴിഞ്ഞാൽ കമ്പനി നിലവിൽ വന്നു എന്ന് പറയാം. പക്ഷേ കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ? കമ്പനി സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ് എന്ന സർട്ടിഫിക്കറ്റ് കിട്ടണം. അപ്പോൾ സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ് ഇസ് ദ സർട്ടിഫിക്കറ്റ് ടു ബി ഒബ്റ്റെയിൻഡ് ഫ്രം ദി കൺസേൺഡ് രജിസ്ട്രാർ ഓഫ് ദി കമ്പനീസ്. അപ്പോൾ എവിടെ നിന്നാണ് കിട്ടുക? കൺസേൺഡ് രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ നിന്നാണ് സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ് കിട്ടുക. ദിസ് സർട്ടിഫിക്കറ്റ് ഈസ് നീഡഡ് ബൈ എ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് കമ്പനി ഹാവിംഗ് ഷെയർ ക്യാപിറ്റൽ ടു കമൻസ് ബിസിനസ്. ഷെയർ ക്യാപിറ്റലുള്ള എല്ലാ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് കമ്പനികൾക്കും സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ് ആവശ്യമാണ്. അപ്പോൾ സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഒരു കമ്പനിക്ക് ആ ബിസിനസ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഓക്കെ. അപ്പോൾ ആദ്യം നമ്മൾ മുമ്പൊക്കെ പഠിച്ചത് പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ ഇപ്പോൾ ഒരു അമെൻമെൻറ്റ് വന്നിട്ടുണ്ട്. ആ അമെൻമെൻറ്റ് പ്രകാരം പ്രൈവറ്റ് കമ്പനിക്കും പബ്ലിക് കമ്പനിക്കും സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ കമ്പനിയുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ രണ്ട് ക്ലാസ്സുകളിലായിട്ട് ഫോർമേഷൻ ഓഫ് എ കമ്പനിയുടെ ആ സ്റ്റേജസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് ഇമ്പോർട്ടൻ്റ് ഡോക്യുമെൻ്റ് ആയിട്ടുള്ള മെമ്മോറണ്ടം ഓഫ് അസോസിയേഷനും അതേപോലെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനൊക്കെ ഉണ്ട്. നമ്മൾ വരും ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. വിൽ സീ നെക്സ്റ്റ് ക്ലാസ്.